നമസ്കാരം. ഞങ്ങൾ മിനിഞ്ഞാന്ന് മണിക്കുട്ടനെ കൊണ്ട് ഉണ്ണികൃഷ്ണ ഡോക്ടറെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം മൊത്തത്തിലെല്ലാം ഡ്രസ്സ് ചെയ്തു അവനെ. അപ്പോൾ അവൻ്റെ മറ്റേ ചിറകിൽ നിന്നും പിന്നെ ചെറിയ ഡാമേജ് രോമങ്ങളൊക്കെ ഇങ്ങനെ തൂവലുകളൊക്കെ പോയി തുടങ്ങുന്നു. അത് എന്തുവാണെന്നറിയില്ല. പക്ഷേ ചിറകിൻ്റെ അടിവശത്തെ ശരീരഭാഗത്തു നിന്ന് ഒരുപാട് തൂവലുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരുപക്ഷെ ഷോക്ക് അടിച്ച് ഡെഡായി പോയതൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോകുമായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് 3 ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഇന്ന് കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഞങ്ങൾ മണിക്കുട്ടനെ കൊണ്ട് അങ്ങോട്ട് പോവാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായ വെറ്റിനറി ഡോക്ടറും സീനിയർ സർജനും കൂടിയാണ് ഉണ്ണികൃഷ്ണൻ സാറ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞങ്ങളുടെ ക്യാറ്റിനെ എല്ലാം അവരെ അവിടെ കാണിക്കുന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരുപാട് വർഷത്തെ സൗഹൃദവും കൂടി എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ കൂടെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് പോകാഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണി തൊട്ടാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തുന്നത്. രാവിലെ 5 മണി വരെ ഉണ്ട്. പക്ഷേങ്കിൽ അത് മാത്രമല്ല, അദ്ദേഹത്തെ നമുക്ക് എപ്പോഴും ലൈനിൽ കിട്ടത്തുമില്ല. അദ്ദേഹം അങ്ങേയറ്റത്തെ ബിസിയുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ആയെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണ്. മാത്രമല്ല, നമ്മുടെ മണിക്കുട്ടൻ ആദ്യം സുഖമില്ലാതെ വന്ന സമയത്ത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വലിയ ഫേമസ് ആയ ഒരു ഗജമേളയാണ് ഇത്തിത്താനം ഗജമേള. അപ്പോൾ ഇത്തിത്താനം ഗജമേളയിൽ ആനകളുടെ കേരളത്തിലെ തന്നെ പ്രശസ്തരായ ഡോക്ടർമാരൊരാളാണ് ഉണ്ണികൃഷ്ണൻ സാറ്. അപ്പോൾ സാർ അങ്ങനെ പല സ്ഥലങ്ങളിലും ആനയുടെ പരിപാലനത്തിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ പശുക്കളുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പശുക്കളുടെ പ്രസവത്തിനും കാര്യത്തിനും ഒക്കെ ആയിട്ട് വീടുകളിൽ അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അന്നേരം മറ്റ് സ്ഥലങ്ങളിലേക്ക് ആശ്രയിക്കേണ്ടി വന്നതേ. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ചെന്നു, കണ്ടു. അദ്ദേഹം നന്നായി പരിശോധിച്ചു, നല്ല രീതിയിൽ പിന്നെ ഡ്രസ്സ് ചെയ്തു, മരുന്നൊക്കെ ചെയ്തു, 3 ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ മണിക്കുട്ടനെ ഒന്നുകൂടെ കൊണ്ടുപോവാണ്. ബാക്കി കൂടിനകത്ത് ഇരിപ്പുണ്ട്, ഞാൻ കാണിക്കാം. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ്. പ്രേക്ഷകർ ഓരോരുത്തരെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇന്നലെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തുമ്പോളിയിൽ സാറാസ് പെറ്റ് ഹോസ്പിറ്റൽ. അദ്ദേഹത്തെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന മാത്രമായിട്ടുള്ള അവിടെ ഇവിടെ മഴ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത മഴയ്ക്ക് സാധ്യതയാ. സന്ധ്യ ആയതേ ഉള്ളൂ, 6 മണി ആയതേ ഉള്ളൂ അല്ലേ? ഭയങ്കര ഇരുട്ട് പോലെ മഴയുടെ ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ മഴ, ആദ്യത്തെ മഴ നല്ലൊരു മഴ കഴിഞ്ഞു, കാറ്റും മഴയുണ്ടായിരുന്നു. റെയിൽവേ ക്രോസിൽ കിടക്കുക. ഞങ്ങൾ ട്രെയിനിൽ വന്ന് പോയിട്ട് ഇനി പോകാൻ പറ്റത്തുള്ളൂ. ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ കൂടെ ഒക്കെ കാണിക്കാം. സമയം രാത്രി ഇപ്പോൾ 10:30 ഇപ്പോഴാണ് മണിക്കുട്ടനെയും കൊണ്ട് പോയിട്ട് ഞങ്ങൾ വരുന്നത്. ഭയങ്കര ആളായിരുന്നു അവിടെ. രാത്രി ഞങ്ങൾ 10:30-11 മണി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോകണം. 1 വിട്ട ദിവസം കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കണം. ഇന്നലെ 2 ഇഞ്ചക്ഷൻ എടുത്തു, മിനിഞ്ഞാന്ന് 3 ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അപ്പം ഇന്നിപ്പോൾ രാവിലെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൂട്ടിലിടണ്ട, അവനെ ബക്കറ്റ് വെച്ചാൽ മതി. അല്ലെങ്കിൽ ചിറകയിലൊക്കെ ഇന്നലെ ഡോക്ടർ പഞ്ഞി വെച്ചിട്ട് ആ പഞ്ഞിയിൽ ഐഡിൻ തേച്ച് വെക്കുകയായിരുന്നു. അവൻ അല്ലെങ്കിൽ അതൊക്കെ പറന്ന് ചിറവിട്ടടിക്കുമ്പോൾ അതൊക്കെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ബക്കറ്റ് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ രാവിലെ അതേ നെത്തോലി കഴിക്കുക, നല്ല ഉഷാറായിട്ട് കഴിക്കുന്നു. ഒരു 5-6 നെത്തോലി കഴിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഐഡിൻ ഇവർ ചിറകയിൽ കൊത്തുപോയി. അപ്പോൾ ഐഡിൻ അല്പം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ വിശപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇന്നലെ ഇവന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇച്ചിരി മടി കാണിച്ചു. അപ്പോൾ ഐഡിനൊക്കെ ചിറയിലൊക്കെ ഇട്ട് കുത്തിപ്പറിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പം അവനെ എവിടെയാണ് അവന് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നതെന്ന് നോക്കി പ്രതീക്ഷയോടെ ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ നാളെ ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ആലപ്പുഴ സാറാസ് ബേഡ്സിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഡോക്ടറെ ഒന്ന് കാണിച്ച് ഡോക്ടറെ സജഷൻ കൂടി അറിയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ നമ്മൾ വെക്കുന്നത്. കാരണം ഇവനെ ചിറകിട്ട് അടിച്ചേ ചിറകിലെ മരുന്ന് പോകാതിരിക്കാണ്ട് ഇപ്പം ഇതിനകത്തൊക്കെ വെക്കുന്നത്. ഇനിയിപ്പോൾ അവൻ്റെ വേറെ കൂടുണ്ട്, നമ്മുടെ പിന്നെ ചാരുവിൻ്റെ
അതിൻ്റെ ചിറകയിലെ മുറിവുണ്ടോ? ഇന്നലെ അതെല്ലാം ഐഡിയും തേച്ച് വെച്ചിരിക്കുക. 2 ചിറകയിലും ഉണ്ടാവും മുറിവ്. ഞങ്ങൾ ഇടത്തെ കാല് കമ്പയിലൊക്കെ പിടിപ്പിക്കാനൊക്കെ നോക്കി ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അങ്ങോട്ട് ഞങ്ങൾ വിരൽ വെച്ച് കൊടുത്തിട്ടും എൻ്റെ വിരളയിൽ നന്നായി പിടിക്കുന്നില്ല. കുഞ്ഞനും പിന്നെ ഇവാനും കൂടെ മീനെടുത്ത് വെച്ചേക്കട്ടെ. വെച്ചേരും. ഇനിയിപ്പോൾ അവരെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അവരിലുള്ള ശ്രദ്ധയൊക്കെ ഒത്തിരി പോയി. അവരെ ചീകുന്നില്ല. ഇപ്പം കുറേ ദിവസമായി അവരെ ചീകുന്നില്ല. ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്ന കൂവളമാണ്. ഈ കൂവളത്തെ മൊത്തം ഏതാണ്ട് പുഴു കയറി മൊത്തം തിന്നിരിക്കുക. മൊത്തം തിന്നു. ഇതിൻ്റെ പുഴുവൊക്കെ ഇനിയിപ്പോൾ നമ്മുടെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങുമായിരിക്കും. ഇറക്കുവാണോ? വേണ്ട, 2 പേരെ വിട്ടോ. വാ കുട്ടോ, വാ. അവനങ്ങോട്ട് പോയി. ഇവാൻ അങ്ങോട്ട് പോയി. മോനെ ഇവാൻ വരുമ്പോൾ അവൻ കഴിച്ചോളൂ. നീ കഴിച്ചോടി. അവൻ പിന്നെ വന്ന് കഴിച്ചോളൂന്ന്. അവൻ പോന്ന അവൻ അങ്ങോട്ട് പോയി. മൽബറിക്ക പഴുത്തിട്ടുണ്ടോ? തുടങ്ങിയോ? എന്തി ഇന്നലെ കുറവായിരുന്നില്ലേ? ഇപ്പം മഴ പെയ്തപ്പോഴത്തേക്കിനല്ലേ? എന്തി ഇത്ര ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ചതേ നിന്നോട്ടെ. കുരുവികൾ വരും. ഇന്നലെ 5-6 കിട്ടിയായിരുന്നു. ഒത്തിരി ഉണ്ട് ഇപ്രാവശ്യം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വെട്ടി വിടണം. വെട്ടി വിട്ടില്ല ഇത് കോല് പോലെ അങ്ങ് പോകും. ഉണ്ടാവത്തില്ല. അതേ ഉണ്ടോ? ഇത് അച്ചാറിടാൻ സൂപ്പറാണ് കേട്ടോ. പ്രാവശ്യം അച്ചാറിട്ടില്ല. കഴിഞ്ഞ തവണ അച്ചാറിട്ട വീഡിയോ ഇട്ടായിരുന്നല്ലോ. ഇത് നല്ല ഫ്രൂട്ട്സാണ് ഇത് കേട്ടോ. ഇത് നമ്മൾ ഉണക്കണം. നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഒരു തൊലി പോകുമ്പം നമ്മുടെ ഈ കപ്പലണ്ടിയൊക്കെ വറുക്കുന്ന പോലെ വറുത്തെടുക്കണം. മണ്ണിട്ട്. ഇതിന്റെ പുറത്തെ ഇതാണ് നമ്മൾ കഴിക്കുന്ന സാധനം. ഇതിന്റെ പുറത്തെയാണ് ഇത്. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് അത്ര പിടുത്തമില്ല. എന്താ ഇപ്രാവശ്യം ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. 2 മൂടുണ്ട്. ഞാൻ ഇത് പ്രത്യേകം വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ പൂ കാണാൻ മഞ്ഞപ്പൂ കാണാനല്ലേ ഭംഗിയാ. മാങ്ങ വീണിട്ടുണ്ടോ ഇന്നലെ? നോക്കിയേ, ചക്കക്കുരു ഇരിക്കുന്നുണ്ടോ? ഞങ്ങളിത് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുഴുങ്ങി എടുത്തിട്ട് ഇച്ചിരി ബൂസ്റ്റും പാലും കൂടി ഒഴിച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അടിപൊളി സാധനം. ഞാൻ കയറി എടുക്കാം. അത് സാരമില്ല. ഞാൻ ഇനിയിപ്പോൾ രാവിലെ വർക്ക് തുടങ്ങുമല്ലേ. എവിടെ മൊത്തം നനയുമേ. വലിയ മാങ്ങ ഉള്ളതിലെ വലിയ മാങ്ങയല്ലേ? ഇനിയിപ്പോൾ കുറഞ്ഞു കേട്ടോ. മാങ്ങയെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഒരു 5-6 മാങ്ങ കൂടിയേ ഉള്ളൂ. അത് നല്ല വലിപ്പമുണ്ട്. ഭയങ്കര രുചിയായി മാങ്ങ കേട്ടോ. എന്തോ ഇതിന്റെ പേര് പറഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ 5-6 ഉണ്ട്. വേണ്ട, ബാക്കി എല്ലായിടത്തും കൊടുത്തു. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളിലും എല്ലായിടത്തും കൊടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. ജ്യൂസ് അടിക്കാം. നമുക്ക് പാലും ഒക്കെ ഒഴിച്ച് ഇതുവരെ ജ്യൂസ് അടിച്ചില്ല. ഇന്ന് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഷേക്ക് ഉണ്ടാക്കാം. ഒരാൾ ഞങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കുക. എന്നാടാ കുഞ്ഞോ? എന്നാ സീറ്റോലയിൽ ഈ പ്രാവശ്യം പൂത്തിട്ടില്ല. ഇത് ഭയങ്കരമായിട്ടാണ് പടന്നു കേട്ടോ. ഒത്തിരി അങ്ങ് പടന്നു. കായോ ഒറ്റ ഒരെണ്ണം. അത് ശരി, ഒരെണ്ണം മാത്രം ഉണ്ടായി പ്രാവശ്യം. ഒറ്റ ഉണ്ടാകുമായിരിക്കും. ഓരോ ഇണകൾ ഇരിക്കുന്ന കണ്ടോ കാക്കകൾ. 2 പേർ അപ്പുറത്ത് 2 പേർ ഇപ്പുറത്ത്. ഒരാൾ പിണങ്ങി മാറുന്ന സമയത്ത് ഒരാൾ അടുത്തോട്ട് ചെല്ലുന്നുണ്ടോ? നമുക്കിപ്പം മണിക്കൂട്ടനുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ. പോയി എങ്ങോട്ട് പോവാ? ഉറുമ്പ് അവിടെ. ഉറുമ്പിനെ കണ്ട് പേടിച്ചു പോയി. ഉറുമ്പ് ഇവർക്ക് ഭയങ്കര പേടി. ഇവരുടെ ദേഹത്ത് കയറത്തില്ലേ? കുഞ്ഞൻ അങ്ങനെ പാട്ടൊക്കെ ആസ്വദിക്കുക. ഒത്തിരി സമയം നമുക്ക് വെക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട്. അപ്പം മാങ്ങ നമ്മൾ ഷെയ്ക്ക് അടിക്കാൻ പോവാതെ. ഇത് വൈകിട്ടത്തേക്കല്ലേ നമുക്ക്? വൈകിട്ട് നമുക്ക് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. അതെ, നെയ്യും ഒക്കെ ഇട്ട്
ആവി കയറ്റി പുഴുങ്ങിയെടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അതിന് വേണ്ടി എടുത്ത് വെച്ചത്. മാങ്ങ നമുക്ക് ഇനി പുളി എടുക്കാം, ജ്യൂസ് അടിക്കാം. പാലൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ നല്ല ടയേർഡായിരുന്നു. ഇന്നലെ ആണെങ്കിൽ 6:30 ആയപ്പം ഡോക്ടറെ അടുത്ത് പോയത്. കുറേ സമയം അവിടെ ഇരുന്നു. ഞാൻ വന്നപ്പോൾ ഒത്തിരി ലേറ്റായിപ്പോയി. അത് കാരണം ഭയങ്കര ടയേർഡായിരുന്നു വീഡിയോ ഒക്കെ പിടിച്ചപ്പോൾ. ഇച്ചിരി ബോൺവിറ്റേ ഇടാം. കുറച്ച് മധുരം ഒന്നും ഇടുന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ നല്ല മധുരം, ഭയങ്കര മധുരമുള്ളതല്ലേ. അതെ. ഞങ്ങളുടെ മാംഗോ ഷേക്ക് റെഡിയായി. ഒന്നും ഇട്ടിട്ടില്ല, മധുരം ഇട്ടില്ല, ഒന്നും. അതേ ഷേക്കൊക്കെ റെഡി ആയിട്ടുണ്ടേ. കുടിച്ചു നോക്കട്ടെ. പിന്നെ നമ്മുടെ മാവേലൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കാണുമല്ലോ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ടാറ്റ.